പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം 2022-23 വർഷം കേരള സർക്കാർ നൽകി വരുന്ന പല സ്കോളർഷിപ്പിൻ്റെയും അപ്ലിക്കേഷൻ ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ പ്രതിഭ സ്കോളർഷിപ്പിൻ്റെ അപ്ലിക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതുവരെയും അപ്ലിക്കേഷൻ ആരംഭിക്കാത്ത മറ്റു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളുടെ അപ്ലിക്കേഷൻ ആരംഭിച്ചാൽ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവിയോൺമെൻറ്റ് വിഭാഗം നൽകി വരുന്ന ഈ ഒരു പ്രതിഭ സ്കോളർഷിപ്പിന് ഫെബ്രുവരി 16 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകുന്നതാണ്. എല്ലാ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇത്. പക്ഷേ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് +2 പാസ്സായവരായിരിക്കണം. കൂടാതെ +1, +2 ടോട്ടൽ മാർക്ക് 90% മുകളിൽ ഉണ്ടായിരിക്കണം. SC/ST വിഭാഗം വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ 80%-ലധികം സ്കോർ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൻ്റെ പുറമെ ഈ വർഷം കാണുന്ന ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഡിഗ്രി കോഴ്സുകൾക്ക് നിങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുന്നവർ ആയിരിക്കുകയും വേണം. അതുപോലെ ഈ വർഷം 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകൾക്ക് ജോയിൻ ചെയ്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കോളർഷിപ്പിന് അർഹരാകുന്നവർക്ക് 12,000 രൂപ മുതൽ 60,000 രൂപ വരെ ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണിത്. ഡിഗ്രിയുടെ ആദ്യ വർഷം 12,000 രൂപയും രണ്ടാം വർഷം 18,000 രൂപയും തേർഡ് ഇയർ 24,000 രൂപയും പിന്നീട് PGക്ക് പഠിക്കുമ്പോൾ ആദ്യ വർഷം 40,000 രൂപയും സെക്കൻഡ് ഇയറിൽ 60,000 രൂപയും ലഭിക്കുന്നതാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ ഇങ്ങനെ സ്കോളർഷിപ്പ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ വർഷവും അപ്ലിക്കേഷൻ റിന്യൂ ചെയ്ത് നൽകേണ്ടതുണ്ട്. മുൻ വർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ അപ്ലിക്കേഷൻ റിന്യൂ ചെയ്ത് നൽകാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായി വിദ്യാർത്ഥിയുടെ ഫോട്ടോ, അതുപോലെ മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ ID എന്നിവ മാത്രം മതിയാകുന്നതാണ്. അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് പിന്നീട് സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ഒരു പ്രൊവിഷണൽ സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടും. ആ ഒരു ലിസ്റ്റിൽ വരുന്ന വിദ്യാർത്ഥികളാണ് കൂടുതൽ ഡോക്യുമെന്റ്സുകൾ പിന്നീട് നൽകേണ്ടത്. അങ്ങനെയുള്ള സെലക്ഷൻ ലിസ്റ്റിൽ വരുന്ന വിദ്യാർത്ഥികൾ വരുമാന സർട്ടിഫിക്കറ്റും അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ SC/ST വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. ഇനിയും ഇതുവരെയും തുടങ്ങിയിട്ടില്ലാത്ത മറ്റു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളുടെ അപ്ലിക്കേഷൻ ആരംഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.